നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിന്റെയൊക്കെ കളി ഇഡി ആഫീസിലല്ലേ നടക്കൂ, ധൈര്യമുണ്ടെങ്കിൽ AKG സെന്ററിലേക്ക് വാടാ. ഇമാതിരി ഭീഷണിയൊക്കെയാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പുറത്തെടുക്കുന്നത്. ഇഡിക്ക് നേരെ കാവടി എടുത്തങ്ങ് തുള്ളുകയായിരുന്നു വാർത്താ സമ്മേളനത്തിൽ. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ റൂട്ട് ഒന്ന് റിയാസിലേക്ക് തിരിച്ചതേ ഉള്ളൂ. CPM കേന്ദ്രങ്ങളിൽ ഇപ്പോൾ വല്ലാത്ത വേവലാതി തുടങ്ങിയിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ എന്തിനാണ് ഇതിനു മാത്രം അങ്ങ് വേവലാതിപ്പെടുന്നത് എന്നാണ് ചോദിക്കാനുള്ളത്. പിണറായി വിജയനോ വീണ വിജയനോ ഇല്ലാത്ത ഒരു വേവലാതി പാർട്ടി സെക്രട്ടറിക്ക്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, പിണറായി വിജയന്റെ കുടുംബത്തിന് നേരെ എന്തെങ്കിലും ആരോപണങ്ങൾ വരുമ്പോൾ, അഴിമതിയുടെ എന്തെങ്കിലും കറ പുരണ്ടിട്ടുണ്ട് എന്നുള്ള ചില സൂചനകൾ വരുമ്പോൾ മെഴുകാൻ ആദ്യം രംഗത്തേക്ക് ചാടി ഇറങ്ങുന്നത് MV ഗോവിന്ദനാണല്ലോ. ആ ഒരു ഓർമ്മയിൽ ചാടി ഇറങ്ങിയതായിരിക്കും. എന്തായാലും മെഴുകൽ ഞാൻ അടങ്കലേറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള പ്രഖ്യാപനം MV ഗോവിന്ദനിൽ നിന്ന് വന്നിട്ടുണ്ട്. റിയാസിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയതോടെ തന്നെ MV ഗോവിന്ദൻ ഇഡിക്ക് നേരെ ചീറി അടുക്കുകയാണ്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ പാർട്ടി നേതാക്കളുടെയും മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെയും വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു. വെറും രാഷ്ട്രീയ പകപോക്കലാണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദൻ രംഗത്തേക്ക് ചാടി ഇറങ്ങിയിരിക്കുന്നത്. അവിടെ പരിശോധന നടത്തിയത് കൊണ്ടൊന്നും കണ്ടെത്താനില്ല എന്ന് എല്ലാവർക്കും അറിയാമെന്നും ജനങ്ങൾക്കിടയിൽ ഒരു പുകമറ സൃഷ്ടിക്കാനാണ് കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നതെന്നും MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. സത്യത്തിൽ ചാടി ഇറങ്ങി വന്ന് വാർത്താ സമ്മേളനം നടത്തേണ്ടിയിരുന്നത് പിണറായി വിജയനല്ലേ? കാരണം പിണറായി വിജയന്റെ കുടുംബത്തോട്ടാണല്ലോ ഈ അന്വേഷണം പോകുന്നത്. മകൾ മേടിച്ച മാസപ്പടി, അതിന്റെ പങ്ക് ആരൊക്കെ പറ്റിയിട്ടുണ്ട്? ഈ പറയുന്ന മകളുടെ ഭർത്താവ് പറ്റിയിട്ടുണ്ടോ? ഭർത്താവിന്റെ സുഹൃത്തുക്കൾ, ഈ വക കേന്ദ്രങ്ങളിലേക്കൊക്കെയാണ് അന്വേഷണം പോകുന്നത്. വെറുതെ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു റെയ്ഡ് ഇഡി നടത്തില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു തെളിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അന്വേഷണം. അതിനോട് നിങ്ങൾക്കങ്ങ് സഹകരിച്ചാൽ എന്താണ്? ഈ പറയുന്നത് പോലെ മാസപ്പടി, അതുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, വീണയെ കൊടുക്കാനാണ്, പിണറായി വിജയനെ കൊടുക്കാനാണ്, പാർട്ടിയെ കൊടുക്കാനാണ് എന്നൊക്കെ നിങ്ങൾ ഘോരം വാദിക്കുമ്പോൾ എന്തിനാണെന്ന് അന്വേഷണത്തെ എതിർക്കുന്നത്? നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് അന്വേഷണം നടത്തി ഇഡി കണ്ടെത്തട്ടെ. അപ്പോൾ സത്യം പുറത്തു വരുമല്ലോ. വെറുതെ നിങ്ങളെ അങ്ങ് കള്ളനാക്കാൻ പറ്റത്തില്ലല്ലോ. അതായത് കള്ളക്കേസ് ചമച്ച് ഞങ്ങളെ ഇല്ലാതാക്കാനാണ് നീക്കം നടക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അന്വേഷണത്തിലൂടെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുമല്ലോ. പക്ഷെ എന്നിട്ടും ഇവർ അന്വേഷണത്തെ എതിർക്കുന്നു. എന്നിട്ട് പറയുന്നതോ ഇത് അട്ടിമറിയാണ്, വേട്ടയാടലാണ് എന്നൊക്കെയാണ്. യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത പരിശോധനകളാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷത്തെ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ ആക്കുന്നതിനാണ് ഇത്തരം നടപടികളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി നേതാക്കളെ ജനങ്ങൾക്ക് മുന്നിൽ സംശയ നിഴലിൽ നിർത്താനുള്ള ബോധപൂർവമായ നീക്കമാണ് ഇഡിയുടേത്. റെയ്ഡ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ളതാണെന്നും ഇത്തരം വേട്ടയാടലുകളെ രാഷ്ട്രീയമായി നേരിടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CMRL എക്സാലോജിക് ഇടപാടിലെ സാമ്പത്തിക സ്രോതസ്സുകൾ തേടിയാണ് ഇഡി കോഴിക്കോടെ 8 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയത്. മുഹമ്മദ് റിയാസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P നിഖിൽ, വ്യവസായി ഷൈജൽ, DYFI നേതാവ് നന്ദുലാൽ, വ്യവസായി വാരിഷ് കളത്തിങ്കൽ തുടങ്ങിയവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് റെയ്ഡ് നടത്തിയത്. ഇതിപ്പോൾ റിയാസിൽ കേന്ദ്രീകരിച്ച് മാത്രമല്ല അന്വേഷണവും റെയ്ഡും ഒക്കെ നടത്തിയിരിക്കുന്നത്. മറ്റു ചില CPMകാർക്ക് കൂടി 8ന്റെ പണി വീഴുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി സെക്രട്ടറി ഇപ്പോൾ ചാടി ഇറങ്ങിയിരിക്കുന്നതും. മടിയിൽ കനമില്ലെങ്കിൽ ഭയക്കേണ്ട കാര്യമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ വേവലാതി പാർട്ടി സെക്രട്ടറി? വീണയുടെ വീട്ടിൽ നിന്ന് നേരത്തെ പിടിച്ചെടുത്ത ഡയറിയിലെ 1 മുതൽ 9 വരെയുള്ള പേജുകളിലെ വിവരങ്ങളുടെയും അതിൽ പരാമർശിച്ചിട്ടുള്ള പേരുകളുടെയും അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടപടിയെന്ന് ഇഡി ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് മുൻപ് ഞാൻ പറഞ്ഞ, അതായത് ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇഡി ഇപ്പോൾ അന്വേഷണം നടത്തിയിരിക്കുന്നത്. എന്നിട്ടും MV ഗോവിന്ദൻ വന്നിരുന്ന് പറയുകയാണ് ഇത് വേട്ടയാടലാണെന്ന്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം വീണ്ടും ശക്തമാക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസിന്റെ 2ാം ഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ഒരേ സമയം 4 ഇടങ്ങളിലാണ് ഇഡി മിന്നൽ റെയ്ഡ് നടത്തിയിരിക്കുന്നത്. പ്രധാനമായും കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം അത് മുഹമ്മദ് റിയാസിനെ കേന്ദ്രീകരിച്ചാണ് എന്നുള്ളതും ചില സൂചനകളാണ്. മുൻപ് പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ നടത്തിയ ഇഡി പരിശോധനകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്
ഇപ്പോൾ റിയാസുമായി ബന്ധമുള്ള കേന്ദ്രങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. CMRL നിന്ന് വീണ തൈക്കണ്ടിയുടെ കമ്പനിക്ക് ലഭിച്ചു എന്ന് കരുതുന്ന 1.78 കോടി രൂപയുടെ ഇടപാടുകളാണ് കേസിലെ പ്രധാന അന്വേഷണ വിഷയം. ഈ തുക എവിടെ നിന്നൊക്കെ ലഭിച്ചു, പിന്നീട് ഇത് ആരിലേക്കൊക്കെ കൈമാറി, ഏതെല്ലാം ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചു തുടങ്ങിയ കാര്യങ്ങളിലാണ് ED വ്യക്തത തേടുന്നത്. വീണയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്ത ഡയറിയിൽ പണമിടപാടുകൾ സംബന്ധിച്ച് ചില വിവരങ്ങൾ ഉണ്ടായിരുന്നതായും ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ പരിശോധനകളെന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. എറണാകുളത്തെ ആപ്പ് കമ്പനിയായ സുലൂസ്, നന്ദുലാൽ, നിഖിൽ, ഷൈജൽ, ഫൈജാസ് തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും നിലവിൽ EDയുടെ അന്വേഷണ പരിധിയിലുണ്ട്. വീണ വിജയനെ മുൻപ് 2 തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. കൂടാതെ CMRLലെ ഉന്നത ഉദ്യോഗസ്ഥരെയും മറ്റു പ്രധാന വ്യക്തികളെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. നിലവിൽ മുഹമ്മദ് റിയാസിനെതിരെയോ വാർത്തകളിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തികൾക്കെതിരെയോ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന സംശയങ്ങളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലുകളും തെളിവെടുപ്പുകളും തുടരുകയാണ്. വരും ദിവസങ്ങളിലും ഒരുപക്ഷെ റെയ്ഡുകളും ചോദ്യം ചെയ്യലും ഒക്കെ ഉണ്ടാകും. അതിനോടങ്ങ് സഹകരിച്ചാൽ പോരെ? അതായത് അവർക്ക് ചില സംശയങ്ങൾ തോന്നി അവർ വന്ന് മൊഴിയെടുക്കുന്നു. അതിലെന്തിനാണ് ഇവർ വേവലാതിപ്പെടുന്നത്? അങ്ങ് സഹകരിക്കണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.